ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ മാങ്ങ പൊളിച്ച് പച്ചമുളകും ഇഞ്ചിയും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും കൂടി പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് ഇട്ട് ഞാൻ കടുക് പൊട്ടിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ മുളക് പൊടി എടുത്തിട്ട് അതിലേക്ക് ഈ മൂത്ത ഉള്ളിയെല്ലാം കോരിയിട്ട് അങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എനിക്ക് ചട്ടിയിൽ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതേ തേങ്ങ ചിരകി അതിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ശരിക്കും അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ശരിക്കും അരച്ചെടുത്ത് ആ അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും പിന്നെ ആവശ്യത്തിന് തൈരും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കും. ഉപ്പ് നോക്കണം കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണേ. ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ കടുക് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടേ.